കരീബിയനിൽ US യുദ്ധക്കപ്പലും വിതരണ കപ്പലും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒഴിവായത് വൻ ദുരന്തമെന്ന് സൂചനകൾ. കരീബിയനിലെ സൈനിക നിർമ്മാണത്തിനായി നിയോഗിക്കപ്പെട്ട ഒരു US യുദ്ധക്കപ്പലും നാവികസേനയുടെ വിതരണ കപ്പലും കപ്പലിൽ നിന്നും കപ്പലിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനിടെയാണ് കൂട്ടിയിടിച്ചത്. രണ്ടുപേർക്ക് നിസ്സാര പരിക്കേറ്റതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ആർലി ബർഗ് ക്ലാസ് ഡിസ്ട്രോയർ USS ട്രക്സ്റ്റണും സപ്ലൈ ക്ലാസ് ഫസ്റ്റ് കോമ്പാക്ട് സപ്പോർട്ട് കപ്പലായ USNS സപ്ലൈയും കൂട്ടിയിടിച്ചതായിട്ടാണ് US സതേൺ കമാൻഡ് വക്താവ് കേണൽ ഇമ്മാനുവൽ ഓർട്ടിസ് പറഞ്ഞത്. രണ്ടുപേർക്ക് നിസ്സാര പരിക്കേറ്റതായും അവരുടെ അവസ്ഥ നിസ്സാരമാണെന്നും രണ്ട് കപ്പലുകൾക്കും സുരക്ഷിതമായി യാത്ര തുടരാൻ കഴിയുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂട്ടിയിടിയുടെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഓർട്ടിസ് വ്യക്തമാക്കി. കൂട്ടിയിടിയുടെ കൃത്യമായ സ്ഥലം ഉടനടി ലഭ്യമായിട്ടുമില്ല. ഫെബ്രുവരി 6-ന് ട്രക്സ്റ്റൺ അതിന്റെ സ്വന്തം തുറമുഖമായ വിർജീനിയയിലെ നോർഫോക്കിൽ നിന്നും പുറപ്പെട്ട് അതിന്റെ ഷെഡ്യൂൾ ചെയ്ത വിന്യാസം ആരംഭിച്ചു. കരീബിയനിൽ വിതരണം പ്രവർത്തിച്ചു വരുന്നു. വാൾ സ്ട്രീറ്റ് ജേർണൽ പ്രകാരം കരീബിയൻ, സൗത്ത് അറ്റ്ലാന്റിക്, സൗത്ത് പസഫിക് എന്നിവയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഉത്തരവാദിത്തമുള്ള സതേൺ കമാൻഡ് മേഖലയിലാണ് കൂട്ടിയിടി ഉണ്ടായതെന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കരീബിയൻ മേഖലയിലെ മയക്കുമരുന്ന് കടത്തുകാർക്കെതിരായ തന്റെ പ്രചാരണത്തെ പിന്തുണയ്ക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമീപ മാസങ്ങളിൽ കരീബിയൻ പ്രദേശത്ത് വൻ നാവിക സന്നാഹത്തിന് ഉത്തരവിട്ടിരുന്നു. USS ജെറാൾഡ് R. ഫോർഡും അതിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പും ഉൾപ്പെടെ US സതേൺ കമാൻഡിൽ 12 യുദ്ധക്കപ്പലുകളുണ്ട്. അടുത്തടുത്തായി സഞ്ചരിക്കുന്ന രണ്ട് കപ്പലുകൾക്കിടയിൽ സാധനങ്ങളും ഇന്ധനവും കൈമാറ്റം ചെയ്യുന്നതാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ. സപ്ലൈ പോലുള്ള കപ്പലുകൾ നാവികസേനയുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും പ്രധാനമായും സിവിലിയൻ നാവികരാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ തമ്മിലുള്ള കൂട്ടിയിടികൾ താരതമ്യേന അപൂർവമാണ്. അവ മാരകമായേക്കാം. 2017 പസഫിക്കിൽ നാവികസേനയുടെ ഡിസ്ട്രോയറുകളും വ്യാപാര കപ്പലുകളും തമ്മിൽ ഉണ്ടായ രണ്ട് വ്യത്യസ്ത കൂട്ടിയിടികളിൽ 17 നാവികർ മരിച്ചു. 2017 ജൂൺ 17-ന് USS ഫിറ്റസ് ജെറാൾഡ് എന്ന ഡിസ്ട്രോയർ കപ്പലാണ് ജപ്പാനിൽ നിന്നും ഏകദേശം 90 മൈൽ അകലെ ഫിലിപ്പൈൻ പതാകയുള്ള കണ്ടെയ്നർ കപ്പലായ MV ACX ക്രിസ്റ്റലുമായി കൂട്ടിയിടിച്ച് 7 നാവികർ കൊല്ലപ്പെട്ടത്. വെറും 2 മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 21-ന് സിംഗപ്പൂരിനടുത്തുള്ള മലാക്ക കടലിടുക്കിലെ തിരക്കേറിയ ജലപാതയിൽ ലൈബീരിയൻ പതാകയുള്ള ടാങ്കർ ആൽനിക് MC USS ജോണസ് മക്കെയിൻ എന്ന ഡിസ്ട്രോയർ കപ്പലിൽ ഇടിച്ചു. കപ്പലിന്റെ പുറം കവചത്തിൽ ഒരു ദ്വാരം രൂപപ്പെടുകയും 10 നാവികരെ മുക്കിക്കൊല്ലുകയും ചെയ്തുവെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം കരീബിയൻ പ്രദേശത്ത് ആദ്യമായി സംഭവിച്ച അപകടമാണെങ്കിലും നാവികസേനയ്ക്ക് അടുത്തിടെ മിഡിൽ ഈസ്റ്റിൽ USS ഹാരി എസ് ട്രൂമാൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ ഉണ്ടായി. ഇവയ്ക്ക് ഭാഗ്യമായി ഉയർന്ന സമ്മർദ്ദമുള്ള അന്തരീക്ഷം കാരണമായിരുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.